ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ കുറേ പേരെങ്കിലും ഈ വർഷം GNM അതായത് ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി പ്രോഗ്രാമിന് വേണ്ടി എൻറോൾ ആകാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. അത് പല കാരണങ്ങൾ കൊണ്ടാകാം. ഒന്നെങ്കിൽ നിങ്ങൾ പ്ലസ് ടുവിൽ ബയോമാക്സ് അല്ലെങ്കിൽ ബയോളജി മാത്സ് സബ്ജക്റ്റ് നിങ്ങൾ എടുത്ത് പഠിച്ചിട്ടുണ്ടാകില്ല. ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകുക ഹ്യൂമാനിറ്റീസ് ആയിരിക്കും, അല്ലെ കൊമേഴ്സ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ബയോമാക്സ് എടുത്ത് പഠിച്ചിട്ട് തന്നെ നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കിട്ടിയിട്ടുണ്ടാകില്ല. ആ ഒരു പ്രശ്നങ്ങൾ കാരണം നിങ്ങൾക്ക് BSc നഴ്സിംഗിന് ചിലപ്പോൾ അഡ്മിഷൻ കിട്ടുന്നില്ല. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ വളരെ ലേറ്റ് ആയിട്ടാണ് നിങ്ങൾ ഈ ഒരു നഴ്സിംഗ് എന്ന് പറയുന്ന ഈ ഒരു പാത്വേ സെലക്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ സെലക്ട് ചെയ്ത് തീരുമാനിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ പഠിക്കണം, പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യമോ അല്ലെങ്കിൽ സാമ്പത്തികമോ നിങ്ങൾക്കില്ല. BSc നഴ്സിംഗിന് ലക്ഷങ്ങൾ ഫീസ് വരും. അപ്പോൾ ആ ഒരു സാമ്പത്തികം ഇല്ലാതെ നിങ്ങൾ കുറച്ചും കൂടെ ഒരു എളുപ്പമായ മാർഗത്തിലൂടെ നഴ്സിംഗ് എന്ന് പറയുന്ന മേഖലയിലേക്ക് എത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു വർഷം GNM അല്ലെങ്കിൽ ഡിപ്ലോമ പ്രോഗ്രാമിന്റെ നഴ്സിംഗിന്റെ ഡിപ്ലോമ പ്രോഗ്രാമിന് പോകാനായിട്ട് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ GNM പ്രോഗ്രാമിന് പോകുന്നതിന് മുൻപ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറേയേറെ കാര്യങ്ങൾ ഞങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഇതൊരു പ്യുവർലി എഡ്യൂക്കേഷണൽ വീഡിയോ ആണ്. നിങ്ങൾ ആ ഒരു GNM എന്ന് പറയുന്ന പ്രോഗ്രാമിനെ ഓൾ ത്രൂ ഔട്ട് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. ആദ്യം തന്നെ GNM എന്ന് പറയുന്നത് ഒരു ഡിപ്ലോമ പ്രോഗ്രാമാണ്. 3 വർഷത്തെ ഡിപ്ലോമ പ്രോഗ്രാമാണ്. ഈ ഒരു 3 വർഷത്തെ ഡിപ്ലോമ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ സ്റ്റേറ്റ് നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിലിന്റെ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ആണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്, ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ നേടി നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലും വിദേശത്തും ഒരു നേഴ്സായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള അവസരം ലഭിക്കുന്നതാണ്. ഒരുപാട് പേര് GNM എടുക്കുന്ന സമയത്ത് പറയുന്ന പ്രധാന സംശയം എന്ന് പറയുന്നത് GNM പഠിച്ചാൽ ഞങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളതാണ്. അതായത് നഴ്സിംഗ് എടുക്കുന്നവരിൽ ഏകദേശം ഒരു 90% പേരുടെയും ആഗ്രഹം എത്രയും പെട്ടെന്ന് വിദേശത്തേക്ക് പോവുക, വിദേശത്ത് പോയി സെറ്റിൽ ആകുക എന്നുള്ളതാണ്. അപ്പൊ അതിന് ഞാൻ GNM എടുത്താൽ എനിക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഒരുപാട് പേരുടെ ചോദ്യം. GNM നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനായിട്ട് പറ്റും. GNM പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാം. കാരണം GNM പഠിച്ചാലും BSc നഴ്സിംഗ് പഠിച്ചാലും നിങ്ങൾ എടുക്കുന്നത് ആ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിന്റെ രജിസ്ട്രേഷൻ ആണ്. ആ രജിസ്ട്രേഷനും നിങ്ങളുടെ കോഴ്സ് ഇവാലുവേഷനും നിങ്ങൾ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്താൽ, ആ ഒരു രാജ്യത്തിന്റെ എത്ര എക്സ്പീരിയൻസ് റിക്വയർമെന്റ് ആണോ അവർ പറയുന്നത് അത് കംപ്ലീറ്റ് ചെയ്താൽ, ആ എംപ്ലോയറുടെ റിക്വയർമെന്റ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി പുറത്തു പോകാനായിട്ട് പറ്റും. പക്ഷേ ഇതിൽ ചില വ്യത്യാസങ്ങളുണ്ട് BSc നഴ്സിംഗും GNM നഴ്സിംഗും. അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ BSc നഴ്സിംഗിന്റെ ആളുകൾക്ക് ഒരു ക്രെഡൻഷ്യൽ ഇവാലുവേഷൻ പ്രോസസ്സ് നടക്കും. ആ ക്രെഡൻഷ്യൽ ഇവാലുവേഷൻ പ്രോസസ്സ് ആയിരിക്കത്തില്ല GNM എടുക്കുന്ന ആ ഒരു ഗ്രാജുവേറ്റിന്റെ ക്രെഡൻഷ്യൽ ഇവാലുവേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. ആ ക്രെഡൻഷ്യൽ ഇവാലുവേഷൻ പ്രോസസ്സ് കൃത്യമായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് റിക്വയർമെന്റ് നമ്മൾ അല്ലെങ്കിൽ ലാംഗ്വേജ് റിക്വയർമെന്റ് ഉണ്ടാവും. അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായും പുറത്തേക്ക് പോകാനായിട്ട് പറ്റും. പിന്നെ ഈ BSc നഴ്സിംഗും GNM നഴ്സിംഗും ഈക്വൽ അല്ല. GNM നഴ്സിംഗ് ഒരു ഡിപ്ലോമ പ്രോഗ്രാമാണ്, BSc നഴ്സിംഗ് ഒരു ഡിഗ്രി പ്രോഗ്രാമാണ്. ഈ GNM നഴ്സിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പോസ്റ്റ് ബേസിക് പ്രോഗ്രാം ഉണ്ട്. 2 വർഷത്തെ പാർട്ട് ടൈം ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പോസ്റ്റ് ബേസിക് പ്രോഗ്രാം ഉണ്ട്. ആ പോസ്റ്റ് ബേസിക് പ്രോഗ്രാം പാർട്ട് ടൈം ആണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ജോലി ചെയ്തതിന്റെ ഇടയിൽ നിങ്ങൾക്കത് ചെയ്യാം, ഇത് എഴുതാം, അതിനുശേഷം നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാം. റീസെന്റ് ആയിട്ട് നമ്മുടെ ഈ കഴിഞ്ഞ ആഴ്ച നമ്മുടെ കേരള ഗവൺമെന്റ് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇതുവരെ പോസ്റ്റ് ബേസിക് പ്രോഗ്രാമിന് പോകുന്നതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ആ ലിമിറ്റേഷൻസ് എടുത്തു കളഞ്ഞു എന്നുള്ളൊരു വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവർക്കും പോസ്റ്റ് ബേസിക്കിന് അപ്ലൈ ചെയ്യാം. പോസ്റ്റ് ബേസിക്കിന് ശേഷം നമ്മൾ ഈ നമ്മൾ ഈക്വൽ ആകുകയാണ്, BSc നഴ്സിംഗിനോട് ഈക്വൽ ആകുകയാണ് ചെയ്തത്. പാർട്ട് ടൈം ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം ഈക്വൽ ആകുന്നതോടുകൂടി ഒരു BSc നഴ്സിംഗിന്റെ സെയിം സ്റ്റാൻഡേർഡിലേക്കാണ് വരുന്നത്. ഇപ്പൊ നിങ്ങൾ GNM മാത്രം ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ പുറത്തേക്ക് പോകാനായിട്ട് നോക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ BSc നഴ്സിംഗ് കഴിഞ്ഞ ഒരാളുടെ കയ്യിൽ നിന്ന് അവർ എംപ്ലോയർ ഉദ്ദേശിക്കുന്ന ഒരു 2 വർഷം എക്സ്പീരിയൻസ് ആണെങ്കിൽ GNM കഴിഞ്ഞ ആളുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ 3-4 വർഷത്തെ എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ടാകാം. അങ്ങനെ സ്ലൈറ്റ്ലി ചെറിയൊരു എക്സ്പീരിയൻസിന്റെ വ്യത്യാസം അവിടെ ഒരു എംപ്ലോയർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ കാരണം ഇതൊരു ഡിപ്ലോമ പ്രോഗ്രാമും BSc നഴ്സിംഗ് ഒരു ഡിഗ്രി പ്രോഗ്രാമുമാണ്. പക്ഷേ ഇത് ഈക്വലൈസ് ആയി കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ മാറ്റർ. അതായത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ആ ഒരു BSc നഴ്സിംഗിന്റെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസോട് കൂടി തന്നെ നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കുന്നതാണ്. പ്ലസ് ടുവിൽ കൊമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ അവർ പ്രധാനമായിട്ടും ഇതിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പ്ലസ് ടുവിന് മാർക്ക് കുറഞ്ഞ സയൻസ് എടുത്ത് മാർക്ക് കുറഞ്ഞ കുട്ടികൾ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഞങ്ങളെ കൊണ്ട് GNM പഠിച്ച് എടുക്കാൻ പറ്റുമോ, ഞങ്ങളെ കൊണ്ട് പഠിച്ചാൽ ഞങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന ഒന്നാണോ ഇതിന്റെ കോഴ്സ് കരിക്കുലം എന്നുള്ളതാണ് ഒരുപാട് കുട്ടികളുടെ ചോദ്യം. അതിന് നമ്മൾ ഈ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇയറിൽ ഏതൊക്കെ കോഴ്സുകളാണ് ഇതിൽ നിങ്ങൾ പഠിക്കുന്നത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് ഇതിന് മുന്നേ ഒരു ഡിഫറൻസ് കൂടെ മനസ്സിലാക്കണം. BSc നഴ്സിംഗ് ഇപ്പോഴത്തെ പുതിയ സ്കീം പ്രകാരം സെമസ്റ്റർ വൈസ് ആണ് നടത്തുന്നത്. അതായത് 8 സെമസ്റ്റേഴ്സ് ആയിട്ട് തിരിച്ച്
4 വർഷത്തെ 8 സെമസ്റ്റേഴ്സ് ആയിട്ട് തിരിച്ച് സെമസ്റ്റർ വൈസ് സിസ്റ്റമാണ് BSc നഴ്സിംഗ് നടക്കുന്നത്. പക്ഷേ GNM നഴ്സിംഗ് ഇപ്പോഴും ഇയർലി സിസ്റ്റമാണ്, അതായത് വർഷം തിരിച്ചുള്ള സിസ്റ്റം ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഇപ്പോഴും GNM നഴ്സിംഗ് നടക്കുന്നത്. അപ്പോൾ ഒരു ഫസ്റ്റ് ഇയറിൽ അനാറ്റമി, ഫിസിയോളജി, മൈക്രോബയോളജി, സോഷ്യോളജി, സൈക്കോളജി, ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ്, ഫസ്റ്റ് എയ്ഡ്, CHN, പിന്നെ കമ്പ്യൂട്ടർ, ബേസിക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ തുടങ്ങിയവയൊക്കെയാണ്, ഇംഗ്ലീഷ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ തുടങ്ങിയവയാണ് ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന സബ്ജക്ട്സ്. ഇനി സെക്കൻഡ് ഇയറിലേക്ക് വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്, ഫാർമക്കോളജി, ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ്, മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് തുടങ്ങിയവയൊക്കെ, സൈക്യാട്രി തുടങ്ങിയവയൊക്കെ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്നതാണ്. ഇനി തേർഡ് ഇയറിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് BSc നഴ്സിംഗിന്റെ ഏകദേശം തേർഡ് ഇയറിലെ സബ്ജക്റ്റുകളായി തന്നെ ഗൈനക്കോളജി, നഴ്സിംഗ് എഡ്യൂക്കേഷൻ, റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങിയവയൊക്കെയാണ് തേർഡ് ഇയറിൽ പഠിക്കുന്നത്. ഈ തേർഡ് ഇയറിൽ കൂടാതെ തന്നെ നമ്മൾ ഇന്റേൺഷിപ്പും ക്ലിനിക്കൽ ട്രെയിനിങ്ങും ഒക്കെ നമ്മൾ ഇതിലേക്ക് വരും. ആ ഇന്റേൺഷിപ്പും ക്ലിനിക്കൽ ട്രെയിനിങ്ങും കൃത്യമായിട്ട് നല്ല ഹാൻഡ്സ് ഓൺ ആയിട്ട് കിട്ടുന്നതോടുകൂടി ബെഡ് സൈഡിൽ നല്ലൊരു നേഴ്സായിട്ട് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മൾ പ്രിപ്പയർ ആകുന്നു എന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള ജോലി സാധ്യതകളും നമ്മുടെ എക്സ്പോഷറും എക്സ്പീരിയൻസും എല്ലാം വരുന്നത്. ഈ എല്ലാ സബ്ജക്ട്സും നമുക്ക് BSc നഴ്സിംഗിലും കാണാനായിട്ട് പറ്റും. അതായത് BSc നഴ്സിംഗിൽ പഠിക്കുന്ന എല്ലാ സബ്ജക്ട്സും തന്നെ, പ്രധാനപ്പെട്ട എക്സാം ഉള്ള എല്ലാ സബ്ജക്ട്സും തന്നെ ഈ GNM നഴ്സിംഗിലും പഠിക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BSc നഴ്സിംഗ് ഒരുപാട് തിയറി ഓറിയന്റഡ് ക്ലാസ് റൂം ടീച്ചിങ്സും BSc നഴ്സിംഗിന്റെ സൈഡിലേക്ക് വരുമ്പോഴേക്കും GNM നഴ്സിംഗിൽ പ്രധാനമായിട്ടും ക്ലിനിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് ഒരുപാട് ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ടാണ് GNM നഴ്സിംഗ് കരിക്കുലം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒന്നാണ്. GNM നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ജോലി കിട്ടും എന്നൊരു സംശയം ഒരുപാട് പേർക്കുണ്ടാകും. നിങ്ങൾ മനസ്സിലാക്കുക, BSc നഴ്സിംഗ് കഴിഞ്ഞ ഒരു നഴ്സിന് കിട്ടുന്ന എല്ലാ ജോലിയും തന്നെ GNM പഠിച്ച ഒരാൾക്ക് കിട്ടും. അതിൽ പ്രത്യേകിച്ച് യാതൊരു വേർതിരിവുകളും നൽകുന്നില്ല. പക്ഷെ നമ്മൾ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാനായിട്ടുള്ള സ്കില്ലും ആ ഒരു ക്ലിനിക്കൽ നോളജും അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾ പോസിബിൾ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നന്നായിട്ട് പഠിക്കാനും നല്ലൊരു നോളജ് ബേസ് ഉണ്ടാക്കാനായിട്ടുമാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ജോബ് പോസ്റ്റിംഗ് ഇൻക്ലൂഡിംഗ് ഗവൺമെന്റ് മേഖലകളിൽ ഉൾപ്പെടെ, ഇപ്പോൾ ഗവൺമെന്റ് നേഴ്സായിട്ടും ഒക്കെ ഈ GNM കഴിഞ്ഞ ആളുകൾക്ക് സ്റ്റേറ്റ് ലെവലിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ വിദേശത്തേക്ക് അബ്രോഡ് പോകാനായിട്ടുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനുള്ള കൃത്യമായ പാത്വേസ് മനസ്സിലാക്കി ഇതിനുവേണ്ടി തയ്യാറെടുക്കുക. ഒരു BSc നഴ്സിംഗ് ലഭിക്കുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും GNM കഴിഞ്ഞ ഒരാൾക്ക് ലഭിക്കുന്നതാണ്. എങ്ങനെയാണ് ഈ GNM നഴ്സിംഗിന്റെ അഡ്മിഷൻ പ്രോസസ്സുകൾ നടക്കുന്നത്, അല്ലെങ്കിൽ GNM നഴ്സിംഗിൽ ഏത് ടൈപ്പ് ഓഫ് സ്കൂളുകളാണ് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. നമുക്ക് ഫസ്റ്റ് ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സയൻസസിന്റെ DHSന്റെ അണ്ടറിൽ നമുക്ക് 15 സ്കൂൾ ഓഫ് നഴ്സിംഗ്സ് ഉണ്ട്. അതായത് നമ്മുടെ ജില്ലാ ആശുപത്രികൾ, എല്ലാ ജില്ലയിലുമുള്ള ജില്ലാ ആശുപത്രികളോട് ചേർന്ന് ഒരു സ്കൂൾ ഓഫ് നഴ്സിംഗ് ഉണ്ട്. ആ സ്കൂൾ ഓഫ് നഴ്സിംഗ് 14 എണ്ണം ഉണ്ട്, 14 ജില്ലകൾക്കായിട്ട്. അതുകൂടാതെ കൊല്ലത്ത് SC/ST കാറ്റഗറിക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്കൂൾ ഓഫ് നഴ്സിംഗ് ഉണ്ട്. അങ്ങനെ മൊത്തം 15 സ്കൂൾ ഓഫ് നഴ്സിംഗ്സ് ഉണ്ട്. ഈ 15 സ്കൂൾ ഓഫ് നഴ്സിംഗുകളായിട്ട് ഏകദേശം 365 സീറ്റുകൾ അവൈലബിൾ ആണ്. ഈ 365 സീറ്റുകൾ ത്രൂ DHS ത്രൂ ഉള്ള അഡ്മിഷൻ പ്രോസസ് നടക്കുന്നുണ്ട്. ഇതെല്ലാം LBS ത്രൂ ആണ് ഇതിന്റെ അഡ്മിഷൻസും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അതിന്റെ അഡ്മിഷൻ അലോട്ട്മെന്റ് പ്രോസസ്സുകളെല്ലാം വരുമ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് തരുന്നതാണ്. ഇപ്പോൾ ഇതിന്റെ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ നോർമൽ LBSന്റെ റിസർവേഷൻ പെർസെന്റേജ് പോലെ തന്നെ 60% ജനറൽ കോട്ടയ്ക്കും 40% റിസർവേഷൻ കോട്ടയ്ക്കുമാണ് ഇതിന്റെ പെർസെന്റേജ് റിസർവേഷൻ വരുന്നത്. ടോട്ടൽ സീറ്റ് വരുന്നത് ഞാൻ പറഞ്ഞ പോലെ 365 ആണ്. അതിൽ 20% ആൺകുട്ടികൾക്കായിട്ട്, മെയിൽസിനായിട്ട് റിസർവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം മെയിൽ കുട്ടികൾക്ക് ഒരുപാട് സാധ്യതകൾ ഈ ഒരു GNM മേഖലയിൽ ഉണ്ട്. അത് പരമാവധി പ്രയോജനപ്പെടുത്തുക. കാരണം ഒരുപാട് പേര് ഈ GNMന്റെ ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല. ആൺകുട്ടികൾക്ക് വേണ്ടി 20% റിസർവേഷൻ ഗവൺമെന്റ് മേഖലയിൽ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. ഈ ഗവൺമെന്റ് മേഖലയിലാണ് നമ്മൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫീസ് നൽകേണ്ടതില്ല. ഈ ഒരു ഗവൺമെന്റ് മേഖലയിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് 0 ഫീസിലാണ്, ഒരു ഫീസും ഇല്ലാതെയാണ് പഠിക്കുന്നത്. മാത്രമല്ല അവർക്ക് ഗവൺമെന്റ് തലത്തിലൊരു സ്റ്റൈപ്പൻഡ് കൂടെ നൽകുന്നുണ്ട്. ഈ പഠിക്കുന്ന കാലയളവിൽ ഒരു സ്റ്റൈപ്പൻഡ് കൂടെ നൽകിയാണ് അവരെ പഠിപ്പിക്കുന്നത്. പക്ഷേ ഈ ഗവൺമെന്റിൽ ഈ സ്റ്റൈഫൻഡ് മേടിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി ഇതിന് ശേഷം ഒരു വർഷത്തോളം ആ ഒരു മേഖലയിൽ നമ്മൾ ജോലി ചെയ്യേണ്ടതായിട്ട്, പക്ഷെ ഫ്രീ ആയിട്ടല്ല ജോലി ചെയ്യുന്നതിന് നിങ്ങൾക്ക് അഡീഷണൽ പേയ്മെന്റ് കിട്ടും എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ഗവൺമെന്റ് തലത്തിൽ ഒരു 1 ഇയർ ഒരു ജോലി കൂടെ ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ഒരു കടമ്പ പൂർത്തിയാക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഇതാണ് ജില്ലാ ഹോസ്പിറ്റൽ ത്രൂ ഉള്ളത്. ഇനി മെഡിക്കൽ കോളേജുകളിലുണ്ട്. ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ അണ്ടറിലുള്ള മെഡിക്കൽ കോളേജുകളിൽ 3 മെഡിക്കൽ കോളേജുകളുണ്ട്. 3 മെഡിക്കൽ കോളേജുകൾ സ്കൂൾ ഓഫ് നഴ്സിംഗ് അറ്റാച്ച്ഡ് ആണ്. ഈ 3 മെഡിക്കൽ കോളേജുകളിലെ സീറ്റുകൾ പക്ഷേ SC/STക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഇത് SC/STക്ക് വേണ്ടി മാത്രമായിട്ട് റിസർവ് ചെയ്തിരിക്കുന്നതാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. മറ്റ് ജനറൽ കാറ്റഗറി കുട്ടികൾക്ക് മെഡിക്കൽ കോളേജിൽ പഠിക്കാനായിട്ട് അവസരമില്ല. ഇവിടെയും സൗജന്യമായിട്ടായിരിക്കും പഠിപ്പിക്കുന്നത്. അവർക്കും സ്റ്റൈഫൻഡ് ലഭിക്കുന്നതാണ്. ഇതെല്ലാം LBS ത്രൂ ആയിരിക്കും ഇതിന് അഡ്മിഷൻ പ്രോസസ്സുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ടായിരിക്കും അതിന്റെ ഓരോ ഡീറ്റെയിൽസും അപ്ഡേറ്റ്സും ടൈംലി ആയിട്ട് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഈ അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഇതിന്റെ മൂന്നാമത്തെ അഡ്മിഷൻ പ്രോസസ്സാണ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ. നമ്മുടെ കേരളത്തിൽ ഏകദേശം 110ഓളം സെൽഫ് ഫിനാൻസിങ്
കോളേജുകളല്ല, സ്കൂളുകളാണ്. ഞാൻ ഒരിക്കൽ കൂടെ ആ വേർഡ് ഒന്ന് പറയുകയാണ്. BSc നഴ്സിംഗ് നടത്തുന്ന കോളേജ് ഓഫ് നഴ്സിംഗിലും GNM നഴ്സിംഗ് നടക്കുന്ന സ്കൂൾ ഓഫ് നഴ്സിംഗിലുമാണ്. ആ ഒരു ഡിഫറൻസ് നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ സെൽഫ് ഫിനാൻസിങ് സ്കൂൾസ് ഉണ്ട്. സ്കൂൾ ഓഫ് നഴ്സിംഗ് ഏകദേശം 110ഓളം നഴ്സിംഗ് സ്കൂളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. പക്ഷേ ഈ നഴ്സിംഗ് സ്കൂളുകളുടെ അഡ്മിഷൻ പ്രോസസ്സുകൾ ഡയറക്റ്റ് ആണ് നടക്കുന്നത്. അതായത് ആ സെൽഫ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡയറക്റ്റ് ആണ് ഈ അഡ്മിഷൻ പ്രോസസ്സുകൾ ഭൂരിപക്ഷവും നടത്തുന്നത്. അപ്പോൾ അതിന്റെ അഡ്മിഷൻ പ്രോസസ്സുകളിലേക്ക് നമ്മൾ കടക്കണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആ ഒരു മാനേജ്മെന്റ്സുമായിട്ട് നമ്മൾ സംസാരിച്ചു വേണം ആ ഒരു പ്രോസസ്സ് നമ്മൾ അതിലേക്ക് അടുക്കാനായിട്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ അവിടെ പോയി സംസാരിക്കുക. അപ്പൊ അവരുടെ കുറച്ച് ക്രൈറ്റീരിയസ് ഉണ്ടാവും. ഇത്ര പെർസെന്റേജ് സീറ്റ്സ് അവർ ബയോമെഡിക്കൽ സ്റ്റുഡൻസിന് വേണ്ടി മാത്രമായിരിക്കും റിസർവ് ചെയ്തിരിക്കുന്നത്. വളരെ കുറച്ച് സീറ്റുകളായിരിക്കും അവർക്ക് ഹ്യൂമാനിറ്റീസ്. അത് ഓരോ കോളേജിന്റെ ക്രൈറ്റീരിയ തിരിച്ചാണ്. ഇപ്പൊ ചില കോളേജിൽ ക്രിസ്ത്യൻ മൈനോറിറ്റി സ്റ്റുഡൻസിന് മാത്രമായിരിക്കും പ്രയോറിറ്റി നൽകുന്നത്. ചിലയിടത്ത് ഒരു 50% സീറ്റ് ക്രിസ്ത്യൻ സ്റ്റുഡൻസിനുള്ളതായിരിക്കും, ചിലയിടത്ത് ഫുൾ സീറ്റ് മുസ്ലിം സ്റ്റുഡൻസിനുള്ളതായിരിക്കും, ചിലർക്ക് ഇപ്പോൾ ഒരു OBC വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നടത്തുന്ന കോളേജ് ആണെങ്കിൽ അവരുടെ കാറ്റഗറിക്ക് അല്ലെ അവർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി റിസർവ്ഡ് ആയിട്ടുള്ള സീറ്റുകൾ അവർ ഒരുപാട് ഉണ്ടാകും. ഏത് കോളേജിലേക്ക് അല്ല ഏത് സ്കൂളിലേക്കാണോ നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ടിരിക്കുന്നത് ആ ഒരു സ്കൂളിന്റെ കൃത്യമായിട്ടുള്ള ക്രൈറ്റീരിയ മനസ്സിലാക്കി വേണം നമ്മൾ അതിലേക്ക് അപ്ലൈ ചെയ്യാനെന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കണം. ഒരു നല്ല സ്കൂൾ ഓഫ് നഴ്സിംഗ് തിരഞ്ഞെടുക്കാനായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് സ്റ്റേറ്റ് നഴ്സിംഗ് ബോർഡിന്റെ അംഗീകാരമുള്ള, അതായത് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കേരള നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിലിന്റെ അംഗീകാരമുള്ള, അതാണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ സ്റ്റേറ്റ് ബോഡി. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ സ്റ്റേറ്റ് ബോഡിയായ കേരള നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിലിന്റെ അംഗീകാരം ഈ സ്കൂൾ ഓഫ് നഴ്സിംഗിന് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൂടാതെ തന്നെ ഇപ്പോൾ കേരളത്തിന് വെളിയിലേക്കാണ് പോകുന്നതെങ്കിലും ഈ ആ ഒരു സ്റ്റേറ്റിന്റെ ബോർഡിന്റെ ലിസ്റ്റിൽ പോയിട്ട് ആ സ്കൂൾ ഓഫ് നഴ്സിംഗിന്, കോളേജ് ഓഫ് നഴ്സിംഗ് വെച്ച് ഒരിക്കലും സെർച്ച് ചെയ്ത് സ്കൂൾ ഓഫ് നഴ്സിംഗിന് അംഗീകാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുക. അവരുടെ പാരന്റ് ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ മനസ്സിലാക്കുക, അതിന്റെ എക്സ്പോഷർ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. കാരണം ഈ GNM നഴ്സിംഗിൽ നടക്കുന്ന ആ ഒരു ക്ലിനിക്കൽ എക്സ്പോഷർ വളരെ പ്രധാനമാണെന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പ്രൈവറ്റ് മേഖലയിൽ പഠിക്കുകയാണെങ്കിലും കേരളത്തിന് പുറത്ത് പഠിക്കുകയാണെങ്കിലും വർഷം ഏകദേശം ഒരു 50,000 രൂപയടുത്ത് ഫീസ് GNM നഴ്സിംഗിന് മാക്സിമം ആയിട്ട് വരുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാണുന്നത്. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ട കാര്യങ്ങളെല്ലാം ഇപ്പൊ തന്നെ ചെയ്തു തുടങ്ങുക. കാരണം ഈ ഒരു സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ മുന്നോട്ട് വെക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പടിപടിയായിട്ട് മുന്നോട്ട് കരുത്തോടെ പോകാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനു വേണ്ട എല്ലാ പിന്തുണയുമായിട്ട് ഞങ്ങൾ റൈസ് ടു ആർ നിങ്ങൾക്കൊപ്പമുണ്ട്. ഈ റൈസ് ടു ആറിന്റെ പേജ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ കൂട്ടുകാരെ, ഈ ഒരു നഴ്സിംഗ് ജേർണിയിൽ നിങ്ങളുടെ ഈ ഒരു കരിയർ ബിൽഡിങ്ങിൽ ഞങ്ങൾ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. സോ ഹാറ്റ്സ് ഓഫ്, ബൈ.